നമസ്കാരം. മെക്7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു. മെക്7 എന്ന വ്യായാമ കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുന്നതിലൂടെയാണ്. ഈ സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു പതിപ്പാണ് എന്നാണ് അന്ന് പി മോഹനൻ പറഞ്ഞു വെച്ചത്. ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത്. അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. മലബാറിലെ മുസ്ലിം മേഖലകളിൽ ഇത് വളർന്ന് പന്തലിക്കുന്നു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, രാജ്യദ്രോഹ പ്രവർത്തനമുണ്ട് എന്നും പി മോഹനൻ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. മെക്7 വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്ന് വ്യക്തമായതായും മോഹനൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മെക്7 തുടങ്ങിയത് സതുദ്ദേശത്തോടെയാണെന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയതാകാമെന്നുമായിരുന്നു ആരോപണം. അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. പ്രത്യേകിച്ചും ഇതിലൊരു CPM ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലായതുകൊണ്ട് തന്നെ ഞെട്ടിയെന്ന് പറയാം. നേരത്തെ ഇക്കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് RSSും BJPയുമായിരുന്നല്ലോ. അപ്പോൾ അവരെ മത തീവ്രവാദികൾ എന്ന് വിളിച്ചു. മോഹനന്റെ അതേ അഭിപ്രായം തന്നെയാണ് കാന്തപുരം AP വിഭാഗം പേരട അബ്ദുൾ സഖാഫിയുടേതും. ഈ AP വിഭാഗവും CPMും ഒരുമിച്ച് നിന്നുകൊണ്ട് മെക്7നെ എതിർക്കുമ്പോൾ അതിലെ ദുരൂഹതയും അതിലെ തീവ്രവാദ ബന്ധവും കൂടുതൽ സംശയിക്കപ്പെടുകയാണ്. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012ലാണ് മെക്7 തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക്7 മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000ഓളം യൂണിറ്റുകളിലായി വളർന്നു. സംസ്ഥാനം മുഴുവനായി ഇവർക്ക് 1000 മെക്7 യൂണിറ്റുകളുണ്ട്. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും യൂണിറ്റ് ഉണ്ടെന്ന് സാരം. ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ ഉള്ളത് മലപ്പുറത്ത് തന്നെ. സംഘാടകർ മുസ്ലിം മതവിശ്വാസികൾ, അവരുടെ ആളുകൾക്ക് തന്നെ. പോപ്പുലർ ഫ്രണ്ട് പോലെ അടിത്തട്ടിൽ നെറ്റ്വർക്കുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇത്ര പെട്ടെന്ന് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും മെക്7 ഇപ്പോൾ യൂണിറ്റുകളുണ്ട്. ഇതിന്റെ വളർച്ച ഇത്രയേറെ വ്യാപിച്ചെങ്കിൽ അതിൽ സ്വാഭാവികമായും സംശയിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ തന്നെയല്ലേ? സിമി നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തലപൊക്കി, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ഇപ്പോൾ അത് മെക്7ന്റെ രൂപത്തിൽ തലപൊക്കുന്നു എന്ന് വേണം കരുതാൻ. 10,000ങ്ങളാണ് ഇതിലേക്ക് എത്തുന്നത്. രാത്രിയുടെ മറവിലൊക്കെ ട്രെയിനർമാർ എത്തുന്നുണ്ട് എന്ന് മനസ്സിലായതോടെ CPMന് നിൽക്കക്കളിയില്ലാതെയായി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായി SDPI ഇവിടെ ഉണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് സ്വാഭാവികമായും ഒരിടം വേണം. അപ്പോൾ അവർ മെക്7നെ ഹൈജാക്ക് ചെയ്തതാണോ? അതാണോ അവർ പൂർണ്ണമായും സൗജന്യമായി ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്? അല്ലെങ്കിൽ ഇതിങ്ങനെ നടത്തുവാനുള്ള ഫണ്ട് എവിടെ നിന്ന്? ഇതെങ്ങനെ ഏകോപിപ്പിക്കപ്പെടുന്നു? ഇവരൊക്കെ ഒരുമിച്ച് പുറത്തു പോവുകയും യാത്രകൾ ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയുമില്ലേ? നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ, അതായത് NDF എന്ന പേരിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറുന്നത്. ഭീകരതയുടെ ഒളിച്ചുകടത്ത് ഇപ്പോൾ മെക്7ന്റെ പേരിൽ നടത്തുകയാണോ? പി മോഹനനും കാന്തപുരവും ഒക്കെ അത് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം ബലപ്പെടുകയാണ്. NDF രൂപീകരിച്ചത് പോലും ഇതുപോലെ ഒരു കൂട്ടായ്മ എന്ന പേരിലാണ്. പിന്നീട് മാസ് ഡ്രില്ലുകളൊക്കെ സംഘടിപ്പിക്കുന്നു. RSSനെ പോലെ യൂണിഫോം കൊണ്ടുവരുന്നു. അങ്ങനെ ശക്തി പ്രാപിച്ചു. പിന്നെ ഇതൊരു വ്യായാമ കൂട്ടായ്മ എന്ന് പറയുമ്പോഴും ഇതെല്ലാം തന്നെ മുസ്ലിം പോക്കറ്റുകളിലാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇതിന്റെ വിദേശ ബന്ധവും സംശയാസ്പദമാണ്. വിദേശത്തെ ചില പ്രത്യേക രാജ്യങ്ങളിലൊക്കെ ഇവർ പ്രവർത്തിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും അധികം ശാഖകളും ബന്ധവും ഫണ്ടും വരുന്നതും വിദേശത്ത് നിന്നായിരുന്നു എന്ന് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഫണ്ട് വരാൻ മറ്റ് സംവിധാനങ്ങൾ ഇല്ല എന്നിരിക്കെയാണ് MIG-7 ശക്തി പ്രാപിക്കുന്നത്. എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രാഥമിക അന്വേഷണം ഈ സംഘടനയെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാതെ CPM രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. MIG-7 മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എല്ലാവിധ പിന്തുണയുമുണ്ടെന്ന് ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടും എന്താണ് CPM ജില്ലാ സെക്രട്ടറി മറുപടി പറയാത്തതിന് കാരണം എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, തീവ്ര ലീഗ് നേതൃത്വത്തിലുള്ള MIG-7 കവചമൊരുക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ മരുമകന് തീവ്രവാദ ഗ്രൂപ്പുകളുമായി എന്താണ് ബന്ധം? പ്രസിദ്ധരായ ഫിറ്റ്നസ് ട്രെയിനർമാർ കേരളത്തിലുണ്ട്. അതായത് MIG-7 പ്രസിദ്ധരായ ഫിറ്റ്നസ് ട്രെയിനർമാരാണ് കേരളത്തിലുള്ളത്. ഇത് പോപ്പുലർ ഫ്രണ്ടിന് ട്രെയിനിങ് കൊടുത്തിരുന്നവരാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അവർക്ക് കഴിയാത്തത് ഇപ്പോൾ ഇവർക്ക് കഴിയുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ നടത്തുന്ന വ്യായാമ കൂട്ടായ്മക്കെതിരെ CPM രംഗത്ത് വന്നപ്പോൾ ഇത് വാർത്തയായി. ഒളിഞ്ഞും തെളിഞ്ഞും അനേകം ഇത്തരം സംഘടനകളുടെ പേരുകളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം കേരളത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യം നേരത്തെ വിളിച്ചു പറയുന്നവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഭൂരിഭാഗവും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഇടതും വലതും മാറി മാറി പൊരുകിക്കൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കൂട്ടായ്മകൾക്കെതിരെ ഇനിയങ്ങോട്ട് അവരുടെ സഹായം ലഭിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ ഈ തുറന്നു പറച്ചിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.